ഗുഡ് ഈവനിങ് ഓൾ, ഹാപ്പി ന്യൂ ഇയർ. എല്ലാ ദിവസവും വൈകിട്ട് 7 മണിക്കുള്ള മാർക്കറ്റ് ന്യൂസിലേക്ക് കടക്കാം. ഈ വർഷത്തിലെ ആദ്യത്തെ ദിവസം നിഫ്റ്റി നിരാശപ്പെടുത്തിയില്ല, 1%. സെൻസെക്സും റാലി രേഖപ്പെടുത്തി. ഇന്ന് ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് വന്നിരുന്നു. മാരുതി മികച്ച ഓട്ടോ സെയിൽസ് റിപ്പോർട്ട് കരസ്ഥമാക്കിയതിന്റെ അടിസ്ഥാനത്തിൽ മാരുതിയും M&M-ഉം കൂടാതെ തന്നെ ഇൻഡെക്സ് ഹെവി വെയിറ്റ് സ്റ്റോക്കായിട്ടുള്ള റിലയൻസും L&Tയും റാലി രേഖപ്പെടുത്തി. SCBന് ഓർഡർ കിട്ടിയ കാരണം SCBനും 7% റാലി രേഖപ്പെടുത്തിയിട്ടുണ്ട്. അത് നിഫ്റ്റി ഇന്ന് പോസിറ്റീവിൽ വ്യാപാരം അവസാനിപ്പിച്ചു. കൂടാതെ തന്നെ ഇന്ന് GST ഡേറ്റ വന്നിട്ടുണ്ടായിരുന്നു. GST ഡേറ്റയും പോസിറ്റീവായിരുന്നു. നിഫ്റ്റിയുടെ ചാർട്ട് ഓപ്പൺ ചെയ്യുന്നതിനേക്കാൾ മുമ്പ് നമുക്ക് നിഫ്റ്റിയുടെ തന്നെ ഇയർലി ചാർട്ട് ഒന്ന് ഓപ്പൺ ചെയ്യാം. നിഫ്റ്റിയുടെ ഇയർലി ചാർട്ടാണ് കാണുന്നത്. ഒരു ആദ്യത്തെ, അതായത് ഏറ്റവും അവസാനത്തെ ക്യാൻഡിൽ നോക്കേണ്ട, അതായത് ഈ വർഷത്തെ ക്യാൻഡിലാണത്. അതിന് മുമ്പുള്ളൊരു ക്യാൻഡിൽ നോക്കാം. ആ ക്യാൻഡിൽ കാണാൻ സാധിക്കുന്നത് ഓപ്പണിംഗ് റേഞ്ചിൽ നിന്നും നിഫ്റ്റി 4500 പോയിന്റ് അഥവാ 20% റാലി രേഖപ്പെടുത്തിയിരുന്നു, അല്ലെങ്കിൽ റിട്ടേൺ നൽകിയിരുന്നു. എന്നാലോ ഹൈ ക്രിയേറ്റ് ചെയ്തതിനു ശേഷം വലിയൊരു സെൽ ഓഫ് നമ്മൾ കണ്ടു. പക്ഷെ സ്റ്റിൽ നിഫ്റ്റി എത്ര പെർസെൻറ്റേജിന് റിട്ടേൺ ആണ് ഇയർലി അടിസ്ഥാനത്തിൽ നമുക്ക് നൽകിയിട്ടുള്ളത്? 9.5% റിട്ടേൺ. അതായത് നിഫ്റ്റി കഴിഞ്ഞ വർഷം 9.5% റിട്ടേൺ നൽകിയിട്ടുണ്ട്. നെഗറ്റീവിലല്ല നിഫ്റ്റി ക്ലോസ് ചെയ്തിട്ടുള്ളത്. ബാങ്ക് നിഫ്റ്റിന്റെ അത്ര തന്നെ നിഫ്റ്റി റിട്ടേണും നൽകിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇന്നത്തെ ചാർട്ട് നോക്കാം. ഇത് പറയാൻ കാരണം നിഫ്റ്റിയിൽ അല്ലെങ്കിൽ മാർക്കറ്റിൽ കനത്ത എന്തോ സംഭവിച്ചു എന്നുള്ള ഒരു രീതിയിലാണ് ഇൻവെസ്റ്റേഴ്സും എല്ലാ ആളുകളും സംസാരിക്കുന്നത്. അങ്ങനെയൊന്നുമില്ല. കണക്കുകൾ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി ഡീസൻ്റ് ആയിട്ടുള്ള റിട്ടേൺ നൽകിയിട്ടുമുണ്ട്. നിഫ്റ്റിയുടെ ഇന്നത്തെ ചാർട്ട് ഓപ്പൺ ചെയ്തു. വോളറ്റിലായിരുന്നു സെക്ഷൻ. ഇൻട്രാഡേ ഒന്ന് ഫോളോ ചെയ്തു. നിഫ്റ്റി ഇൻട്രാഡേ ലോയിൽ നിന്ന് 259 പോയിന്റിന്റെ ഒരു റാലി രേഖപ്പെടുത്തി. ഇന്നലത്തെ ക്ലോസിംഗിൽ നിന്ന് 100 പോയിന്റിന്റെ അടുത്ത് റാലി രേഖപ്പെടുത്തി. ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. അതിനു മുമ്പ് നിഫ്റ്റിയിലെ ടോപ്പ് ഗെയിനേഴ്സ് ലൂസേഴ്സ് നേരത്തെ കണ്ട പോലെ തന്നെ മാരുതി, M&M, L&T, ബജാജ് ഫിനാൻസ്, ഐഷർ മോട്ടോഴ്സ്. ഓട്ടോ സെക്ടറിൽ നിന്ന് ഐഷർ മോട്ടോഴ്സും M&M-ഉം മാരുതിയും നല്ല രീതിയിൽ നിഫ്റ്റിക്ക് സംഭാവനകൾ നൽകിയപ്പോൾ ഇടിഞ്ഞിട്ടുള്ളത് ഹിൻഡൽകോ, ഡോക്ടർ റെഡ്ഡി, അദാനി പോർട്ട്, ONGC, ടാറ്റ സ്റ്റീൽ തുടങ്ങിയ സ്റ്റോക്കാണ്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ടോപ്പിൽ ബിറ്റ്കോയിനിൽ വീണ്ടും ഫർദർ ആയിട്ടൊരു 700 പോയിന്റ് ഇടിഞ്ഞ് 93,000. ബ്രന്റ് ഓയിൽ $74 പെർ ബാരൽ. ഗോൾഡ് $2,624 പെർ ഔൺസ്. $18 ഗോൾഡ് സ്പൈക്ക് ചെയ്തു. ഇന്ത്യ വിക്സ് ഇന്ന് പ്രത്യേക മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, 14.4. ഡോ ഫ്യൂച്ചർ ഫ്ലാറ്റ് ആണ്. ഒട്ടുമിക്ക ഏഷ്യൻ മാർക്കറ്റും ഇന്ന് അവധിയിലായിരുന്നു. യൂറോപ്യൻ മാർക്കറ്റും ന്യൂ ഇയർ കാരണം അവധിയാണ്. നമ്മുടെ മാർക്കറ്റ് മാത്രം ഇന്ന് ഓപ്പൺ ചെയ്തു. ഏഷ്യൻ ഭാഗത്തു നിന്നുള്ള ഓപ്പൺ ചെയ്തിട്ടുള്ള കുറച്ച് മാർക്കറ്റ് നെഗറ്റീവ് ആയിരുന്നു. എങ്കിൽ കൂടിയും മാർക്കറ്റ് പോസിറ്റീവായ രീതിയിൽ റിട്ടേൺ നൽകി. അല്ലെങ്കിൽ ആദ്യ ദിവസം, ഈ ഒരു വർഷത്തിലെ ആദ്യത്തെ ദിവസം തന്നെ പോസിറ്റീവായ രീതിയിൽ മാർക്കറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലൊരു സന്തോഷം നമുക്കുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകാം. ഈസി ട്രിപ്പ് പ്ലാനേഴ്സിനെ സംബന്ധിച്ചുള്ള ന്യൂസാണ്. ഇവരുടെ CEO നിഷാന്തി പിറ്റി ഇമ്മീഡിയറ്റ് ആയിട്ട് റിസൈൻ ചെയ്യുകയാണെന്നുള്ള ന്യൂസ് ഉണ്ട്. IRDAയുടെ ലോൺ സാങ്ഷൻ എല്ലാം തന്നെ ഓൾമോസ്റ്റ് 70,000 കോടി കവിഞ്ഞു എന്നുള്ള Q3 അപ്ഡേറ്റ് ഉണ്ട്. ഇനി നമുക്ക് Q3 റിസൾട്ട് കാലഘട്ടമൊക്കെയാണ് വരുന്നത്. ഈ അടുത്ത ആഴ്ച കഴിയുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ആഴ്ച അവസാനത്തോടു കൂടിയിട്ട് IT കമ്പനിയായിട്ടുള്ള ഇൻഫോസിസ്, വിപ്രോ തുടങ്ങിയ കമ്പനീസിൻ്റെ റിസൾട്ട് വരും. അതെല്ലാം തന്നെ നമ്മുടെ വെബ്സൈറ്റിൽ അപ്ഡേറ്റഡ് ആണ്, റിസൾട്ട് കലണ്ടറിൽ. ഇനി മെട്രോ ബാൻഡ് കമ്പനി, ഇവർ 20%-ത്തിലേറെ ഒരു മൊത്തിലാൽ ഒസ്വാൽ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി ബ്രോക്കറിംഗ് സ്ഥാപനം അപ്ഗ്രേഡ് ചെയ്തിട്ടുണ്ട്. NCC കമ്പനിക്ക് 350 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. റെയിൽടെയിൽ കമ്പനിക്ക് 78 കോടി രൂപയുടെ ഓർഡർ ലഭിച്ചു. കിംസ് ഹോസ്പിറ്റലിൽ 2000 ബെഡ്സ് ഈ അടുത്ത ഫിനാൻഷ്യൽ ഇയറോട് കൂടിയിട്ട് ഇവരുടെ ഹോസ്പിറ്റൽസിൻ്റെ എല്ലാം തന്നെ ബെഡിൻ്റെ കപ്പാസിറ്റി ഉയർത്തും എന്ന് പറഞ്ഞിട്ടുണ്ട്. ബെഡിൻ്റെ കപ്പാസിറ്റി ഉയർത്താൻ മീൻസ് ടെക്നിക്കലി പറയുന്നതാണ്, പുതിയ ഹോസ്പിറ്റൽസ് ബിൽഡ് ചെയ്യും. പ്രാക്ടിക്കലി പറയുകയാണെങ്കിൽ പുതിയ ഹോസ്പിറ്റൽസ് എല്ലാം തന്നെ അവർ ബിൽഡ് ചെയ്യും. പിരമൽ എൻ്റർപ്രൈസസ് കമ്പനി 1000 കോടി രൂപയുടെ ഹൗസിംഗ് ഫിനാൻസിലേക്ക് വേണ്ടിയിട്ട് കമ്പനി ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. MOL ഇന്ന് റാലി രേഖപ്പെടുത്തി. ഇവരുടെ മാഗ്നീസിൻ്റെ എല്ലാം തന്നെ വില വർദ്ധിപ്പിക്കാനായിട്ട് കമ്പനി തീരുമാനിച്ചു. സ്റ്റോക്ക് ഇന്ന് ഗെയിൻ രേഖപ്പെടുത്തി. കരിയൂർ വൈശ്യ ബാങ്ക് ടോട്ടൽ ഡെപ്പോസിറ്റ് 16%, ടോട്ടൽ അഡ്വാൻസ് 14%-യും ഉയർച്ച കൈവരിച്ചു. Q3 റിസൾട്ട് അല്ല, Q3 അപ്ഡേറ്റ് ആണ്. റിസൾട്ട് മുമ്പേ ബാങ്ക് പ്രഖ്യാപിക്കുന്നതാണ്. സിസിലോൺ കമ്പനി ഇന്ന് ഗെയിൻ രേഖപ്പെടുത്തി. ക്രിസിൽ എന്ന് പറയുന്ന റേറ്റിംഗ് ഏജൻസി സിസിലോന് റേറ്റിംഗ് അപ്ഗ്രേഡ് ചെയ്തു. കോൾ ഇന്ത്യ കമ്പനി ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിലെ
ഇവരുടെ പ്രൊഡക്ഷൻ ആദ്യത്തെ 9 മാസം പിന്നിടുമ്പോൾ തന്നെ 65% ഇവരുടെ പ്രൊഡക്ഷൻ ഗൈഡൻസ് അനുസരിച്ച് കമ്പനിക്ക് ഇവരുടെ ഗ്രോത്ത് അച്ചീവ് ചെയ്യാൻ സാധിച്ചു എന്നുള്ള ന്യൂസ് ഉണ്ട്. DCX സിസ്റ്റം കമ്പനി 19 കോടി രൂപയുടെ ഓർഡർ കിട്ടി. റിലയൻസ് പവർ കമ്പനി, റിലയൻസ് പവർ എന്ന് 5% യൂസ് ചെയ്യായിരുന്നു. കാരണം ഇവരുടെ സബ്സിഡിയറി കമ്പനി UK സാസാൻ പവർ ഏകദേശം $150 മില്യൺ ഡെപ്റ്റ് കടം റീപേയ്മെന്റ് നൽകി എന്നുള്ള ന്യൂസാണ്. കാൻറ്റാബിൽ റീറ്റെയിൽ കമ്പനി 4 പുതിയ ഷോറൂം ഇവർ ഓപ്പൺ ചെയ്യുന്നുണ്ട്. കാൻറ്റാബിൽ റീറ്റെയിൽ എന്ന് പറയുന്നത് നമ്മുടെ വെസ്റ്റ് സൈഡ്, സുരിയോ പോലെയുള്ള ടെക്സ്റ്റൈൽസ് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ജൂപ്പിറ്റർ ലൈഫ് സയൻസ് കമ്പനി 78 ബെഡ് ആഡ് ചെയ്യും. ഹോസ്പിറ്റൽ രംഗത്തുള്ള കമ്പനിയാണ്. അതിൻ്റെ എക്സ്പ്ലനേഷൻ എങ്ങനെയാണെന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഗുഡ് ലക്ക് ഇന്ത്യ കമ്പനി ഇവിടെ ഹൈബ്രിഡ് ട്യൂബ് മാനുഫാക്ചറിങ് ഫെസിലിറ്റിയുടെ കൊമേഴ്ഷ്യൽ പ്രൊഡക്ഷൻ കമ്പനി ആരംഭിക്കുന്നു എന്നുള്ള ന്യൂസ്. APL അപ്പോളോ ട്യൂബ് കമ്പനി സെയിൽസ് വോളിയം ഹയസ്റ്റ് ഹെവർ സെയിൽസ് വോളിയം കമ്പനി കരസ്ഥമാക്കി. ഇൻഷുറൻസ് കമ്പനീസിലെല്ലാം തന്നെ ന്യൂസ് ഉള്ളത് ഇവരുടെ എല്ലാം തന്നെ ഇൻഷുറൻസ് പ്രീമിയം ഉയർത്തുകയാണ്. GICRE ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ, NICL അതായത് ന്യൂ ഇന്ത്യ അഷുറൻസ് സ്റ്റോക്കുകൾ എല്ലാം തന്നെ നേട്ടം കൈവരിച്ചു. സ്റ്റീൽ സിപ്സ് വീൽസ് കമ്പനിയും ഇവരുടെ ഹയസ്റ്റ് എവർ സെയിൽസ് കമ്പനിക്ക് കരസ്ഥമാക്കാനായിട്ട് പറ്റി എന്നുള്ള ന്യൂസാണ് ഇപ്പോൾ ഉള്ളത്. നാളെ രാവിലെ 7:00 നമ്മൾ പ്രീ മാർക്കറ്റായിട്ട് എത്തും. ഇനി വെള്ളിയാഴ്ച ദിവസം ഈവനിങ് മാത്രമാണ് പോസ്റ്റ് മാർക്കറ്റ് ഇല്ലാതിരിക്കുകയുള്ളൂ. കാരണം വെള്ളിയാഴ്ച ദിവസം ഈവനിങ് ഇന്ത്യയിലേക്ക് തിരികുകയാണ്. അപ്പോൾ അന്ന് പോസ്റ്റ് മാർക്കറ്റ് ഇല്ല. ബാക്കിയുള്ള ദിവസങ്ങളെല്ലാം തന്നെ മാർക്കറ്റ് ന്യൂസുകൾ അതുപോലെ തന്നെ ഉണ്ടാകും. ഇവിടെ വന്നതിന് ശേഷം ഞാൻ അധികം 1-2 ദിവസം മാത്രമാണ് ന്യൂസ് ചെയ്യാതെ ഇരുന്നിട്ടുള്ളൂ. മറ്റുള്ള ദിവസങ്ങളിൽ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു ഓൾ.